എന്തായാലും വലിയ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് BJP പോകുന്നത്. ഇപ്പോൾ മേലാമുറിയിലാണ് ഞാനുള്ളത്. അവിടെ ചാക്യാർ കൂത്തും പാട്ടുമൊക്കെയായി BJP പ്രവർത്തകർ ഇങ്ങനെ അവരുടെ പ്രചാരണം കൊഴുപ്പിക്കുന്ന കാഴ്ചകൾ. നമുക്ക് ഈ ചാക്യാരുണ്ട്, പാട്ട് ഇവിടെ നടക്കുന്നു. ആ ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുന്നത്. ഒപ്പം ഒരുപാട് പ്രവർത്തകർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ചാക്യാരെ എന്തുകൊണ്ട് ചാക്യാരും ഒപ്പം വിളിക്കുന്ന ചാക്യാർ ഒരുപാട് പ്രവർത്തകർ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന ചാക്യാർ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും എല്ലാ ക്യാമ്പിലും കാര്യങ്ങൾ കൂടുതൽ കളറാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉണ്ട്. ഇതുപോലെ എന്തൊക്കെയാണ് ഇത് നമ്മൾ കാണേണ്ടി വരിക ഈ കലാശക്കൊട്ടിൽ. ആന എഴുന്നള്ളിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു, അതും കൂടി ആയനെ. അത്രയ്ക്കാണ് കുട്ടിക്കലാശത്തിന്റെ ആവശ്യം, അല്ലേ സ്റ്റെഫൻ? അതെ, തീർച്ചയായിട്ടും ഒരു വലിയ ആവേശം. യഥാർത്ഥത്തിൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പോലെ അതിരൂക്ഷമായ വാശിയേറിയ ഒരു മത്സരം, പ്രചാരണമൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഏതായാലും കൊട്ടിക്കലാശം എത്തുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സ്ഥിതിയുണ്ട്. അതിൻ്റെ ഒരു തുടക്കമായി തന്നെ നമുക്ക് ഇതിനെ കാണണം. ഡാൻസും പാട്ടും ഈ ചാക്യാർ കൂത്തും ഒക്കെ ആയി തന്നെ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ സജീവമാവുകയാണ്. മേലാമൂർ ജംഗ്ഷനിൽ നിന്ന് ആണ് കൽപ്പാത്തി വഴിയൊക്കെയാണ് ഈ BJPയുടെ വാഹന പ്രചാരണ യാത്ര, സ്ഥാനാർത്ഥി കൂടെ പങ്കെടുക്കുന്ന ആ യാത്ര പോകുന്നത്. ഏതാണ്ട് 2 മണിക്ക് തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. ഏതായാലും പ്രവർത്തകരൊക്കെ ഇപ്പോഴും ഇങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. ഒരു വലിയ ആവേശം ഏതായാലും BJPയുടെ ക്യാമ്പിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം വലിയൊരു ആത്മവിശ്വാസം BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് സീറ്റിലുണ്ട്. കാരണം അവർ ഏറ്റവും പ്രധാനമായും ജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ സ്വപ്നം കാണുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 40,000 വോട്ട്, അവർക്ക് കുറച്ച വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലമാണ്. അത് എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കുക, ആ വർദ്ധിപ്പിക്കുന്ന കണക്ക് ജയത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അതിന് വേണ്ടുന്ന തരത്തിലുള്ള പ്രചാരണം അടിത്തട്ട് മുതൽ കാര്യമായ രീതിയിൽ, വളരെ അടിത്തട്ടിൽ ശക്തമായ രീതിയിൽ പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ അവകാശം. BJP ക്യാമ്പ് അടിത്തട്ട് മുതൽ പ്രചാരണ പ്രവർത്തനം നടത്തിയ ഒരു വീട് കയറി സമ്പർക്ക പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ അടിത്തട്ട് മുതലുള്ള പ്രവർത്തനം 3 പേരും. ഇപ്പോൾ സ്റ്റെഫിൻ BJPയിലെ ക്യാമ്പിലെ കാര്യങ്ങൾ പറയുമ്പോൾ അതേ ആത്മവിശ്വാസമാണ് മറ്റു രണ്ടിടത്തും. എല്ലാവർക്കും വിജയിച്ച് കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ്. സ്റ്റെഫിൻ അവിടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? അത് കേൾക്കാൻ പറ്റുമോ? നമുക്കിനി ആ പാട്ടിലേക്കൊന്ന് പോകാൻ തോന്നുന്നു.
പാലാട് ബാംബെ എന്ന പാട്ടിനൊപ്പം ഹൈ ചാക്യാർ അല്ലേ, ചാക്യാർ നൃത്തം വെക്കുന്ന കാഴ്ച പോലും അങ്ങനെ വ്യത്യസ്തമായ കലാരൂപങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജയ് വിളിക്കുന്ന ഒരു ചാക്യാർ ആദ്യമായിട്ട് കാണുക. ചാക്യാർക്ക് എന്താ സ്ഥാനാർത്ഥിക്ക് ജയ് വിളിക്കാളോ? നമുക്ക് നന്ന് തോന്നേണ്ട കൂടെ നിൽക്കുക, അതാണ് നമ്മുടെ രാഷ്ട്രീയം. ചാക്യാരുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് പാലക്കാട്? പാലക്കാട് ഗംഭീരാണ്, നല്ല ആളുകളുള്ളതാണ്. പക്ഷെ അവര് പറ്റിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നല്ല സ്ഥാനാർത്ഥി തന്നെ ജയിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ചാക്യാർ. രണ്ട് നമ്പർ കാണിക്കോ നമുക്ക് വേണ്ടി? എത്ര വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്? എത്ര ഭൂരിപക്ഷം? അതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുക. എന്തായാലും തീർച്ചയായിട്ടും കൃഷ്ണകുമാർജിയും അദ്ദേഹത്തിന്റെ വോട്ടർമാരും ആടും എന്ന് തന്നെയാണ് ചാക്യാർ ഉറപ്പിച്ച് പറയണത്. തീർച്ചയായിട്ടും നന്മയുടെ കൂടെയാണ്. വ്യക്തിയല്ല നമ്മളെ പ്രശ്നം, നമുക്ക് നന്മയാണ് പ്രശ്നം. അപ്പൊ ചാക്യാർ നമുക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് കാണിക്കോ? ആ ചാക്യാർ തയ്യാറെടുക്കുകയാണ്, ചാക്യാർ സെറ്റ് ആവാണ്. അതെ പറയാൻ തുടങ്ങും. അപ്പോ ചാക്യാരെ പെട്ടെന്നാട്ടെ. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട്ട് ഒരു വിശേഷം കൂടി നടക്കാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ടാണല്ലോ കോഴിക്കോടങ്ങാൻ കിടക്കുന്ന ചാക്യാർ ഈ പാലക്കാട്ടേക്ക് വന്നത്. അപ്പൊ ആ വിദ്വാൻ ചിന്തിക്കണുണ്ടാവും, കോഴിക്കോട് കിടക്കണ ചാക്യാർക്ക് പാലക്കാട് വിശേഷത്തിൽ എന്താണാവോ കാര്യം എന്നില്ല. കാര്യമുണ്ട്, പറയാം. എന്താ കാര്യം? നമ്മുടെ കേരളത്തില് കാലാകാലങ്ങളായിട്ട് ഒരു ദുരാചാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. എന്താണാവോ ആ ദുരാചാരം എന്നല്ല ചിന്തിക്കണത്? അതും ചാക്യാർ പറയാം. എന്താ? കുറച്ചു കാലം നമ്മുടെ കേരളം ഇടതന്മാരങ്ങ് ഭരിക്കും, പിന്നെ കുറച്ചു കാലം വലതന്മാരങ്ങോട്ട് ഭരിക്കും. അങ്ങനെ ഇടതന്മാര് ഭരിക്കും, വലതന്മാര് ഭരിക്കും. ഇടതന്മാരും വലതന്മാരും ഒത്തുചേർന്ന് മാറി മാറി കാലാകാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കണോ.